നോട്ട് നിരോധനം കൊണ്ട് വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ബ്ലാക്ക് മണി കില്ല് ചെയ്യുക, ഫേക്ക് കറൻസി ഇല്ലാതാക്കുക എന്നൊക്കെയായിരുന്നു അന്ന് നോട്ട് നിരോധന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടുമായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിൽ നോട്ട് നിരോധനം 100% ഒരു വലിയ ഫെയിലിയർ ആണ്. ബ്ലാക്ക് മണിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മണി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ക്യാഷ് അല്ല, മറിച്ച് റിയൽ എസ്റ്റേറ്റ്, ബുള്ളിയൻ, ഗോൾഡ്, ഓഫ്ഷോർ അക്കൗണ്ട്സ് ഇങ്ങനെയൊക്കെയാണ് ഇത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അസറ്റ്സിലോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലോ ആണ് ബ്ലാക്ക് മണി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ബ്ലാക്ക് മണി എവിടെയും പോയിട്ടില്ല. ഇനി കൗണ്ടർഫീറ്റ് കറൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ടോട്ടൽ കറൻസിയുടെ 0.001% മാത്രമേ കൗണ്ടർഫീറ്റ് കറൻസി ഉണ്ടായിരുന്നുള്ളൂ. RBIയുടെ കണക്ക് പ്രകാരം 99.3% കറൻസികളും തിരിച്ച് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. സോ ആ നിലക്കും അതൊരു വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു ഗുണം ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് വിജിലൻസ് സിസ്റ്റം കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യും, കറൻസിയുടെ സെക്യൂരിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ സാധിച്ചു. ഇതിന്റെ അപ്പുറത്തേക്ക് ഡിജിറ്റൽ ഇന്ത്യ മൂവ്മെന്റിന് നല്ലൊരു പുഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാഷ്ലെസ് ഡിജിറ്റൽ കറൻസി എക്കണോമിയിലേക്ക് മൂവ് ചെയ്യാണ് ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്രയും വലിയൊരു വില കൊടുക്കേണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്.